പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മേലെ ധോണിയിൽ രാമകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. തെങ്ങ്, കവുങ്ങ്, വാഴത്തോട്ടം എന്നിവ നശിപ്പിച്ചു. കൊയ്യാറായ നെല്ലും നശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വീണ്ടും ധോണിയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇപ്പോൾ? ലക്ഷ്മി, വലിയ തോതിലുള്ള നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നാശനഷ്ടം ഉണ്ടായിട്ടുള്ള ധോണിയിലെ ഈ കൃഷിസ്ഥലത്താണുള്ളത്. രാമകൃഷ്ണൻ, ധോണി സ്വദേശിയായ രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വാഴയും അതോടൊപ്പം തന്നെ കവുങ്ങ്, തെങ്ങ് ഒരാഴ്ച മാത്രം ഇനി കൊയ്യാനുള്ളൂ. ആ പാടം നെല്ലും ആന ഇന്നലെ രാത്രി നശിപ്പിച്ചു എന്നുള്ളതാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ തോതിൽ ആനശല്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ കർഷകർ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം, ഈ PT7 പിടിച്ചതിന് ശേഷവും ആനശല്യം തുടരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും രാമകൃഷ്ണൻ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എപ്പോഴായിരുന്നു ഈ ആന ഇറങ്ങിയിട്ടുള്ളത്? ഇന്നലെ രാത്രിയാണ് ആന വന്നിരിക്കുന്നത്. രാത്രി അതായത് ഇവിടെ ഈ ആനയെ പേടിച്ചിട്ട് ഇവിടെ ഞങ്ങളാരും കിടക്കാറില്ല. കൃഷി സ്ഥലത്ത് നേരത്തെ കിടന്നിരുന്നതാണ്. ഈ ആനയെ പേടിച്ച് കിടക്കാത്ത കാരണം രാത്രി ആന വന്ന് നേരം പുലർച്ചെയാണ് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. രാവിലെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. കാലത്ത് വന്ന് നോക്കുമ്പോൾ ഒരു 35ഓളം കവുങ്ങും ഒരു 9 തെങ്ങ്, പിന്നെ ഒരേക്കർ, അതായത് ഒരാഴ്ച കഴിഞ്ഞ കൊയ്യാനായ പാടമാണ് കൊയ്ത് നശിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെ കാവല് നിൽക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഈ ആനയുടെ പേടിച്ചിട്ട് കിടക്കാറില്ല, ഇവിടെ വരാറില്ല രാത്രിയായ. എല്ലാ പ്രാവശ്യവും ഇതേ പ്രതിസന്ധിയാണല്ലേ? കൊയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ആന വന്നിറങ്ങി ഇത് മുഴുവൻ നശിപ്പിക്കാറാണ് പതിവ്. ഇത്തവണ കണ്ടത്തിലിറങ്ങി വാഴയും തെങ്ങും കുലച്ച വാഴകളാണ് കുറേയൊക്കെ പോയത്. ഇതിന് കവുങ്ങ് 3.5 വർഷം പ്രായമായതാണ്. അത് വന്ന് ഒരു തലയ്ക്കുന്ന കുലച്ച് വരുന്നുണ്ടായിരുന്നു കവുങ്ങ്. ഇതൊക്കെയാണ് പോയിരിക്കുന്നത്. രാമചേട്ടൻ, ഞാൻ മുമ്പും ഇതേപോലെ നമ്മൾ അവിടെ വന്നിട്ടുള്ളതാണ്. അവിടെയൊക്കെ പറയുന്നത് ഞാൻ കൃഷി നിർത്താൻ പോവാണെന്ന് പറയാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൃഷിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഇത് തുടരുന്നു. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് കാലത്ത് നേരം വെളുത്താൽ എനിക്കിവിടെ വരണം, വന്ന് ഞാനിത് നോക്കിയിട്ട് പോകും. ഇതാണ് അവസ്ഥ. പിന്നെ വൈകുന്നേരത്തെ ഇവിടുന്ന് പോവുള്ളൂ. ഇന്നിവിടെ വന്നതും ഞാൻ അങ്ങനെ നേരെ പോവുകയാണ് ചെയ്തത്. കാണാൻ പോലും നിന്നില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം ഇതിന്റെ അടുത്ത് തന്നെയല്ലേ ആന ഇറങ്ങി? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് തന്നെയാണ് ഇറങ്ങിയിരുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് സജീവം പറഞ്ഞ പിന്നെ വളരോട് ഭാഗത്ത് ഇറങ്ങി. അത് ഇന്നലെ എൻ്റെയും കുറച്ച് കൃഷി ഉണ്ടായിരുന്നു. അത് ഇന്നലെ കൊയ്ത് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. അത് പച്ചയാണ് കൊയ്തത്. ഒരാഴ്ച കാത്തു നിൽക്കുക പറഞ്ഞാൽ ഡ്രൈവറില്ല. പിന്നെ പൊങ്കലായിട്ട് ഡ്രൈവർമാരെല്ലാം തമിഴ്നാട്ടിലേക്ക് പോകും. ഇനി പൊങ്കൽ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ. അതുവരെ ഓടിക്കാനുള്ള ഡ്രൈവറില്ല. ഈ വാഴയും കൊലച്ചതും കൊലക്കാറായ വാഴകളൊക്കെ ഉണ്ട്. അതായതുണ്ട്. ഒരു 45-50ഓളം വാഴയുണ്ട്. വാഴ നശിച്ചിട്ടുണ്ട്. തെങ്ങ് 6-7 തെങ്ങ് കൊലച്ച തെങ്ങും കായ്ക്കുന്ന തെങ്ങും 1 തള്ളിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. കവുങ്ങ് എത്ര പോയിട്ടുണ്ട്? കവുങ്ങ് 17-18 ഞാൻ എണ്ണിയിട്ടില്ല. ഒരു സുമാറ് കണക്ക്. ലക്ഷ്മി, അതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്. കാരണം ഒരുപാട് തവണ എല്ലാ പ്രാവശ്യവും കൃഷി ചെയ്യുമ്പോഴും അവസാനം സംഭവിക്കുന്നത് ഇതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയാറുള്ളത്. മുൻപും ഇവിടെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഇത്തരത്തിൽ ഇദ്ദേഹം നമ്മളോട് പറയും, ഞാനിനി കൃഷി ചെയ്യുന്നില്ല, അതിൽ അവസാനിപ്പിക്കുകയാണ് എന്നെല്ലാം പറയും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൃഷി ചെയ്യാതെ കിടക്കുന്ന, തരിശായി കിടക്കുന്ന കുറച്ച് പാടം കൂടിയുണ്ട്. അവരെല്ലാം ഈ ആന വരുന്നത് കണ്ട്, ആന ഇറങ്ങുന്നത് കൊണ്ട് കൃഷി നിർത്തിപ്പോയ ആളുകളാണ്. പക്ഷേ ഇദ്ദേഹം രാമകൃഷ്ണൻ ഓരോ തവണ പറയുമെങ്കിൽ പോലും മനസ്സോടുകൂടി വീണ്ടും കൃഷി ഇറക്കും. പക്ഷേ അവസാനം ഇപ്പോൾ ഒരാഴ്ച മാത്രമാണ്. ഈ പാടത്തേക്ക് നോക്കി അറിയാം, ഒരാഴ്ച കൂടി കാത്തിരുന്നാൽ ഇത് കൊയ്ത് എടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പൊങ്കലായതുകൊണ്ട് ഈ കൊയ്ത്ത് യന്ത്രം ഓടിക്കേണ്ട ഡ്രൈവർമാർ അവർ തമിഴ്നാട്ടിലേക്ക് പോയി, നാട്ടിലേക്ക് പോയി. ഇനി ഒരാഴ്ച കഴിഞ്ഞേ മടങ്ങി വരുള്ളൂ. അപ്പോൾ അവരെ കാത്തിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നെല്ല് മാത്രമല്ല, വാഴയും കവുങ്ങും തെങ്ങുമെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആന ശല്യം തടയാൻ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്
വൈദ്യുതി വേലി ഉൾപ്പെടെ ഇവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പൂർത്തിയായിട്ടില്ല. അതുമാത്രമല്ല, വനം വകുപ്പിനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. നിരന്തരം ആന ഒരു സ്ഥലത്തു നിന്നല്ലാതെ മറ്റൊരു സ്ഥലത്ത് കൂടി ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. RRT ഉൾപ്പെടെ അവരുടെ ഇവിടുത്തെ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് പരമാവധി അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പോലും ഓടിയെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. അവിടെ അത്രയും പണിപ്പെട്ട് ഇറക്കിയ കൃഷി, ഒരുപാട് കാശ് ചെലവഴിച്ച് സാധാരണക്കാരനായ ഒരു കർഷകൻ ഇറക്കിയ കൃഷിയാണ് ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഉറപ്പായും ഒരു പരിഹാര നടപടിയാണ് ആവശ്യം. ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാണ്, ജീവിതമാണ് കൃഷി എന്ന് പറയുന്നത്. അത് ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.